ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കിട്ടിയത് ഇപ്പോൾ സ്റ്റാർബക്സ് ഇന്ത്യ ടാറ്റ ഗ്രൂപ്പാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടാറ്റ ഗ്രൂപ്പ് പുതുതായിട്ട് ഇനി ഫണ്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതിലേക്ക് പുതുതായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് കുറയ്ക്കണമെന്നുള്ളൊരു ഡിമാൻഡ് വെച്ചു. സർ, നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സിന്റെ കഫേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ സ്ട്രീറ്റിലാണെങ്കിലും ഈ സ്മോൾ സ്കെയിൽ എന്താ പറയുക ഫുഡ് കോർട്സ് ഒക്കെ ഉണ്ട്. ഈ ബൺ മസ്ക, ഇറാനി ചായ ഒക്കെ നല്ല ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പോൾ ഈ ന്യൂ ഓൺടർപ്രണേഴ്സിനൊക്കെ എന്ത് ടിപ്പാണ് ആസ് എ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് സാറിന് കൊടുക്കാനുള്ളത്? ഒന്നാമത് ഈ കഫേ കോൺസെപ്റ്റ് ശരിക്കും ഒരു സ്പേസ് ബേസ്ഡ് F&B ആണത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം സ്പേസ് ആൻഡ് ആംബിയൻസ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത്. കാരണം അത് വേൾഡിൽ പുരാതന കാലം മുതലേ ആ കഫേ കോൺസെപ്റ്റ് എവോൾവ്ഡ് ആണ്. ഇപ്പോൾ അത് നമ്മൾ താഴെ തട്ടിലേക്ക് അത് വന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നാമത് അർബൻ റെസിഡൻഷ്യൽ ഫെസിലിറ്റികളുടെ സിസ്റ്റം കുറേ കൂടി ഇപ്പോൾ ഫ്ലാറ്റ് ബേസ്ഡ് ആകുന്ന സമയത്ത് സ്പേസ് എല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റിലുള്ള മിക്ക ആളുകളും ചിലപ്പോൾ വീക്കിലി 1 to 2 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആംബിയൻസിൽ പോയിട്ട് ഒരു കഫേ അവൈൽ ചെയ്യുക, ഒരു കോഫി അവൈൽ ചെയ്യുന്നതിൻ്റെ ഒരു ആംബിയൻസും കൂടി മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ അത് വരുന്നത്. പക്ഷെ അതിൽ ഒരുപാട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണത്. കാരണം അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കിട്ടിയത് ഇപ്പോൾ സ്റ്റാർബക്സ് ആണ് ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടാറ്റ ഗ്രൂപ്പ് പുതുതായിട്ട് ഇനി ഫണ്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതിലേക്ക് പുതുതായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് കുറയ്ക്കണമെന്നുള്ളൊരു ഡിമാൻഡ് വെച്ചു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പറ്റേറ്റീവായ ലോക്കൽ ബ്രാൻഡുകൾ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അഥവാ ശരിക്കും ഇതിലൊരു മൊണോപ്പൊളി ഉണ്ടായിരുന്നു ശരിക്കും കഫേ കൾച്ചറിൽ. ഇന്ത്യയിൽ തന്നെ 1-2 ബ്രാൻഡുകളായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CCD, അതേപോലെ തന്നെ CCD ആണ് ഇപ്പോഴും കഫേയുടെ ഒരു വലിയൊരു ശതമാനം, ഒരു ബിഗ് ചങ്ക് അവരുടെ കയ്യിലുണ്ട്. പിന്നെ സ്റ്റാർബക്സ് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ ഗ്രോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവർ ബിസിനസ്സിനകത്ത് ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബ്രാൻഡുകൾ നന്നായിട്ട് വളർന്നു വരാൻ തുടങ്ങി. നമ്മൾ കാലിക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ലോക്കൽ ബ്രാൻഡുകളാണ് ഏറ്റവും പ്രൊമിനൻ്റായ കഫേ കൾച്ചറിൽ ഇപ്പോഴും വലിയ റോൾ എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഒരു ലോക്കൽ ഫ്ലേവർ അതിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഇവിടുത്തെ ആളുകളുടെ ചില സൂപ്പർ സ്പെസിഫിക് ആയ റിക്വയർമെൻറ്റുകൾ അവരെ കാറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഫേകളുടെ ഒരു ഭാവി എന്ന് പറയുന്നത്, മുമ്പ് കഫേകളുടെ ഫ്രീക്വൻസി ഓഫ് വിസിറ്റ്, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ വീക്കിൽ എത്ര ദിവസം കഫേയിൽ പോയിട്ടുണ്ടോ? 4 to 5 ടൈംസ് ഉണ്ടാവും. ഫ്രീക്വൻസി കൂടി. മുമ്പ് എന്ന് പറയുന്നത് മന്ത്ലി വൺസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വീക്ക്ലി ത്രൈസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ നീഡ് സ്പേസ് അതർ ദാൻ ദെയർ ഫോർമൽ ഓഫീസ് സ്പേസ് ഉണ്ട്, അവരുടെ ഹോം ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദേ നീഡ് സ്പേസ്. ശരിക്കും ഈ ബ്രേക്ക് ഇൻ ബിറ്റ്വീനുള്ളൊരു സ്പേസാണ് ശരിക്കും കാഫേയുടെ ബേസ്. അതിലാളുകൾ പോകുന്ന അതിലാളുകൾക്കുള്ള റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നീഡ് ടു ഹാവ് സം കാഷ്വൽ ഡിസ്കഷൻ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഡിസ്കഷൻസ് ഇപ്പോൾ കാഫേകളിലാണ് നടക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവാണ്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഈ സഫക്കേഷനിൽ കുറേ ഫോർമലൈസ് ചെയ്ത് കുറേ നേരം ഇരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആളുകൾ അതിനൊരു സ്പേസ് കണ്ടെത്തും. അതിൽ നിന്നാണ് ഈ കഫേയുടെ സ്പേസ് ആ ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്യുന്നത്. രണ്ടാമതൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ട്രീറ്റിലുള്ള പല മെനൂസും ഇപ്പം കഫേകളിലേക്ക് എവോൾവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫേയിലുള്ള പല മെനൂസും റിവൈസ് ചെയ്തിട്ട് സ്ട്രീറ്റിലേക്ക് എവോൾവ് ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റ് കോഫി ഒരു കോൺസെപ്റ്റായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ അത് മുമ്പേ സ്ട്രീറ്റിൽ കോഫിയും ടീയും ഉണ്ട്, പക്ഷെങ്കിൽ പോലും കഫേ ലേക്ക് ടീ കോഫി, അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ചില അഡാപ്റ്റീവായിട്ടുള്ള ചില കോൺസെപ്റ്റുകളിൽ നിന്ന് നമ്മൾ എവോൾവ് ചെയ്ത് വന്നത്. അതിൽ നിന്നാണ് ചില ട്രെൻഡുകളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഇനിയും ഒരുപാട് സ്പേസുകൾ അവൈലബിൾ ഉണ്ട് കഫേ കോൺസെപ്റ്റിൽ. ഇപ്പോൾ മോമോസിൻ്റെ കാഫേകളുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി അത് നല്ലൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് മോമോസ് മാത്രമെന്നല്ല, നമ്മളൊരു കഫേനെ എന്ത് പേരിലാണ് ഇപ്പോൾ കോഫി ഹൗസുകളിൽ കോഫി മാത്രമാണോ കിട്ടുക? ഡെഫിനറ്റ്ലി അവിടെ ടീ കിട്ടും, ജ്യൂസ് കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ അതിൻ്റെ മേജർ ഷെയർ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ അതിനാണ് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാറ്. അപ്പോൾ ടീ ഹൗസ് എന്ന് പറയുമ്പോൾ, കോഫി ഹൗസ് എന്ന് പറയുമ്പോഴും അവിടെ ഫോക്കസ് ചെയ്യുന്നത് ടീ ആവാം, കോഫി ആവാം. അതേപോലെ മോമോസ് ചെയ്യുന്നിടത്തും മറ്റു സാധനങ്ങളുണ്ടാവാം.
ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു ഇന്ത്യയിൽ ഇപ്പോൾ ഒരു നാഷണൽ ലെവൽ ട്രെൻഡായ ഇപ്പോൾ അപ്പ് കോഫി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവർ ശരിക്കും എന്ന് പറയുന്നത് അവൈലബിലിറ്റി ബേസിലാണ് ആ ഒരു സംഭവത്തിനെ ഫോക്കസ് ചെയ്തത്. പക്ഷെ നല്ല ബിസിനസ്സാണ് അവർക്ക് പല സ്ഥലത്തും കിട്ടുന്നത്. ചില പെർ ഔട്ട്ലെറ്റ് 16 lakhs, കാരണം അവിടെ എനിക്ക് തോന്നുന്നത് 200 square feet ഒക്കെയാണ് പല സ്ഥലത്തുള്ളത്, വളരെ ചെറിയ, ഇപ്പോൾ മുംബൈയിലും ബാംഗ്ലൂരൊക്കെ അത് ഭയങ്കര. അപ്പോൾ അപ്പ് കോഫി എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ്, ചിലത് എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ആകാം, ചിലത് സ്പേഷ്യസ് ആവുന്നതാവാം, ചിലത് ചില ലൊക്കേഷൻ്റെ സൂപ്പർ സ്പെസിഫിക് റിക്വയർമെൻറ്റിന് നമ്മൾ പ്രത്യേകം കാറ്റർ ചെയ്യുന്ന രീതിയിലാവാം. ഇപ്പോൾ നമ്മളിപ്പോൾ കോഫി ഹൗസുകൾക്ക് പകരം ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഫോർ ചായ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ചായ് ഹൗസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ അവസരങ്ങളിലേക്ക് ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ നാഷണൽ പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് എത്തുന്നിടത്താണ് പലപ്പോഴും ഇനി ബ്രിഡ്ജ് വേണ്ടത്. അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്, അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഏർലി സ്റ്റേജ് ആളുകളുണ്ട്. പക്ഷേ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഡ്യൂ ടു വേരിയസ് റീസൺസ് നമ്മളുടെ ഫൗണ്ടേഴ്സ് എന്ത് ചെയ്യാണ്, ഒന്നെങ്കിൽ റെസിസ്റ്റഡ് ആയി പോവാണ്, അവരവിടെ കൺസ്ട്രെയിൻഡ് ആയി പോവാണ്, മൂവ് ചെയ്യുന്നില്ല. ആ മൂവ് ആയി പോകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതൊരു നമ്മൾ ഒരു കോൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി വേണം. രണ്ടാമത് അതൊരു മൾട്ടിപ്പിൾ ലൊക്കേഷനിലേക്ക് സ്കെയിൽ ചെയ്യാൻ സാധ്യതയുള്ളതും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ സാധനമായിരിക്കണം. മെനു ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ മെനു ഒരുപാട് നീട്ടിക്കൊണ്ടുപോകരുത്. മെനു എത്രത്തോളം കൂടുന്നു അത്രത്തോളം അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനും അതിൻ്റെ കിച്ചണറ്റുകളൊക്കെ സെറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഈജിപ്ഷ്യൻ ഡെസേർട്ടുകൾ ഉടനീളം നമ്മൾ കേരളത്തിലുടനീളം കാണുന്നുണ്ട്. 100+ ഔട്ട്ലെറ്റുകൾ അതിൽ വരുന്നുണ്ട്. പല ഉദാഹരണത്തിന് അവിൽ മിൽക്ക് പോലത്തെ ചെറിയ കോൺസെപ്റ്റുകൾ, ഇനിയും 100+ കോൺസെപ്റ്റുകൾ എക്സ്പ്ലോർഡായിട്ട് അൺടാപ്ഡായിട്ട് മാർക്കറ്റിലുണ്ട്. അതിനിപ്പോൾ അത് സക്സസ് ആകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പബ് കോഫിയും അതേപോലെ തന്നെ ചയോസ് പോലത്തെ കൺസെപ്റ്റുകൾ. അവർക്കൊക്കെ നല്ല ഫണ്ടിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, ഇപ്പോൾ സ്നാക്ക് ഇൻഡസ്ട്രി പോലെ തന്നെ ഈ ഡിഫറൻ്റ് ആയ കോൺസെപ്റ്റ് ബേസ്ഡുള്ള കഫേ ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കോഫി ഷോപ്പ് ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ മിനി കൾച്ചറൽ ഇൻഡസ്ട്രികൾ ഇനി ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട്. അത് പിന്നെ വൺസ് അത് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇനിയും കുറേ ഇൻറ്റഗ്രേഷൻ ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ്ലി ചില ബ്രാൻഡുകൾ ഒരു സൂപ്പർ സ്പെസിഫിക് ആയ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നീട് അവർ എല്ലാ കഫേകളെയും കൂടി കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഭയങ്കര ആത്മഹത്യാപരമായിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഉദാഹരണത്തിന് ഒരാൾ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഞാൻ ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, കോൺസെപ്റ്റ് ബേസാണ് തുടങ്ങിയതെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള റിസർച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പോയി സ്റ്റാർബക്സിനോടും അതല്ലെങ്കിൽ അതുപോലത്തെ കോൺസെപ്റ്റിനോടും മെനു ബേസിൽ പോയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നോക്കി, അത് ബാധിക്കും. അത് ഡെഫിനറ്റ്ലി ബാധിക്കും. മാത്രമല്ല നിങ്ങളെ USP നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ പൈസ കിട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പം KFC ബിരിയാണി കൊടുക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്ന പോലെ അവർക്കും മെനുവിൽ വേണമെങ്കിൽ അങ്ങനത്തെ റൈസ് ഐറ്റംസ് ഉൾപ്പെടുത്താം. പക്ഷെ അതെപ്പോഴും <5% ലിമിറ്റ് ചെയ്യണം. നമ്മളെ കോർ പ്രൊഡക്റ്റിൽ പോയിട്ട് അതിൽ റീസെർച്ച് ചെയ്ത് അതിനെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് പകരം അതിൽ പോയിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും കൂടി അതിലേക്ക് കൊണ്ടുപോയി ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് ഒരിക്കലും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളീ പറയുന്ന ട്രെൻഡുകളെല്ലാം നാളെ നല്ല ഓൺട്രപ്രണറായി അത് SME ലിസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന സാധ്യതയിലേക്കുള്ളതാണ് തീർച്ചയായും. പക്ഷെ അതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുക, അതിനുള്ള R&D ചെയ്യുകയും, R&D എന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് R&D ചെയ്യേണ്ട, നമ്മൾ അതല്ലാത്തത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു സാധ്യത. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് വലിയ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.